കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലറുമായ ആർ. സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് പോലീസ്. പ്രതിയെ 4 മണിക്കൂർ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ. അതേസമയം സുഗതൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്നതോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാകാതെ തിരികെ കോടതിയിൽ ഹാജരാക്കി. 2 കേസുകളിലെ സുഗതന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ക്ഷേത്രോത്സവത്തിനിടെ ഒരാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രൊഡക്ഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് വിയൂർ സെൻട്രൽ ജയിലിലായിരുന്ന സുഗതനെ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ആക്രമിച്ച ആയുധം കണ്ടെത്തണമെന്ന പോലീസിന്റെ ആവശ്യം പരിഗണിച്ചാണ് വൈകിട്ട് 5:30 വരെ കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും ചോദ്യം ചെയ്യലിനോട് സുഗതൻ സഹകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് ഉപയോഗിച്ച ഇരുമ്പുവടി കണ്ടെത്തുന്നതിനുള്ള തെളിവെടുപ്പ് പോലീസിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. തുടർന്ന് വൈകിട്ട് 5:30 പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കി. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആർ. സുഗതൻ കാപ്പ കേസിൽ വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കസ്റ്റഡിക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ച സുഗതനെ നാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അതേസമയം 2 കേസുകളിലെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് കോടതി നാളെ പരിഗണിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.